പ്രിയപ്പെട്ട കുട്ടികളെ, അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിലാണ്. ഇന്ന് നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ മ്യൂച്വൽ ഇൻഡക്ഷൻ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമേഴ്സ് മ്യൂച്വൽ ഇൻഡക്ഷൻ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ഒരു ഉയർന്ന AC വോൾട്ടേജിനെ താഴ്ത്തുന്നതിനും താഴ്ന്ന AC വോൾട്ടേജിനെ ഉയർത്തുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ എ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പ്രിൻസിപ്പിൾ പറയും? മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ആര് വർക്ക് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ വോൾട്ടേജ് ഓഫ് ആൻ AC വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദി ഇലക്ട്രിക് പവർ. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്? AC വോൾട്ടേജിനെ ഉയർത്തുന്നതിനോ അല്ലെങ്കിൽ AC വോൾട്ടേജിനെ താഴ്ത്തുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ട്രാൻസ്ഫോമർ. ഇനി ട്രാൻസ്ഫോമറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ട്രാൻസ്ഫോമർ പ്രധാനമായും 2 ടൈപ്സ് ആണുള്ളത്. ഇപ്പോൾ ട്രാൻസ്ഫോമർ പ്രധാനമായും 2 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, 2 സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഇനി ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലേക്ക് പോകാം. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം. ഈ ചിത്രം നോക്കി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. എന്തൊക്കെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകതകൾ? ഇത് ഏത് കോയിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇതാണ് നമ്മൾ കറണ്ട് കടത്തിവിടുന്ന കോയിൽ. ഇത് പ്രൈമറി കോയിൽ. ഇതാണ് ഇൻപുട്ട്. ഇത് സെക്കൻഡറി കോയിൽ. അവിടെയാണ് ഔട്ട്പുട്ട്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട സംഗതികൾ? തിക്കർ വയർ ഈസ് യൂസ്ഡ് ഇൻ ദി പ്രൈമറി കോയിൽ. പ്രൈമറി കോയിലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കനം കൂടിയ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡറി കോയിലിലോ തിന്നർ വയർ ഈസ് യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി കോയിൽ. കനം കുറഞ്ഞ കമ്പിയാണ് സെക്കൻഡറി കോയിലിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ്? തിക്കർ വയർ ഈസ് യൂസ്ഡ് ഇൻ ദി പ്രൈമറി കോയിൽ ആൻഡ് തിന്നർ വയർ ഈസ് യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിലിൽ കനം കൂടിയ കമ്പിയും സെക്കൻഡറി കോയിലിൽ കനം കുറഞ്ഞ കമ്പിയും ഉപയോഗിക്കുന്നു. അതുപോലെ ഇവിടെ പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണമാണോ കൂടുതൽ അതോ സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണമാണോ കൂടുതൽ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്താണ് അടുത്ത പ്രത്യേകത? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ ഈസ് മോർ ദാൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി കോയിൽ. അപ്പോൾ എന്താണ്? സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്? AC വോൾട്ടേജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, തിക്കർ വയർ ഈസ് യൂസ്ഡ് ഇൻ ദി പ്രൈമറി കോയിൽ ആൻഡ് തിന്നർ വയർ ഈസ് യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി കോയിൽ. പ്രൈമറിയിൽ കനം കൂടിയ കമ്പിയും സെക്കൻഡറിയിൽ കനം കുറഞ്ഞ കമ്പിയും ഉപയോഗിക്കുന്നു. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ ഈസ് മോർ ദാൻ ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി കോയിൽ. സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ഇനി എന്താണ് മൂന്നാമത്തെ പോയിന്റ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ AC വോൾട്ടേജ് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതായത് നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പിന്നെ പഠിക്കേണ്ട കാര്യമില്ല. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലിൽ കനം കുറഞ്ഞ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡറി കോയിലിൽ കനം കൂടിയ കമ്പിയും ഉപയോഗിക്കും. അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ്? തിന്നർ വയർ ഈസ് യൂസ്ഡ് ഇൻ ദി പ്രൈമറി കോയിൽ ആൻഡ് തിക്കർ വയർ ഈസ് യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി കോയിൽ. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ കനം കുറഞ്ഞ കമ്പി പ്രൈമറി കോയിലിൽ ഉപയോഗിക്കുന്നു. കനം കൂടിയ കമ്പി എവിടെ ഉപയോഗിക്കുന്നു? സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും രണ്ടാമത്തെ പ്രത്യേകത? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി കോയിൽ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി സെക്കൻഡറി കോയിൽ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലാണ്. ഇനി എന്താണ് മൂന്നാമത്തെ പ്രത്യേകത? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക? AC വോൾട്ടേജ് താഴ്ത്തുന്നതിന് വേണ്ടിയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ? പ്രൈമറി കോയിലിൽ കനം കുറഞ്ഞ കമ്പി ഉപയോഗിക്കുന്നു. സെക്കൻഡറി കോയിലിൽ കനം കൂടിയ കമ്പി ഉപയോഗിക്കുന്നു. തിന്നർ വയർ ഈസ് യൂസ്ഡ് ഇൻ ദി പ്രൈമറി കോയിൽ ആൻഡ് തിക്കർ വയർ ഈസ് യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി കോയിൽ. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി കോയിൽ ഈസ് മോർ ദാൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ. എന്താണ് മൂന്നാമത്തെ പോയിന്റ്? AC വോൾട്ടേജ് താഴ്ത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം വരച്ച് ആ പ്രത്യേകതകളും പഠിച്ചു വച്ചിരിക്കുക. അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം വരച്ച് അതിൻ്റെ പ്രത്യേകതകളും നല്ലതുപോലെ പഠിച്ചു വച്ചിരിക്കുക. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഒരു ട്രാൻസ്ഫോമറിലെ ചുറ്റുകളുടെ എണ്ണവും അതിൽ പ്രേരിതമാകുന്ന ഇൻഡ്യൂസ്ഡ് EMFും തമ്മിൽ ഒരു റിലേഷനുണ്ട്. ആ റിലേഷൻ നിങ്ങൾ നന്നായി പഠിച്ചു വച്ചിരിക്കണം. ആ റിലേഷൻ ഇതാണ്: VS/VP = NS/NP. ഈ റിലേഷൻ നിങ്ങൾ നന്നായി പഠിച്ചു വച്ചേക്കുക. ഒരു ട്രാൻസ്ഫോമറിലെ ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസും അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFും തമ്മിലുള്ള റിലേഷനാണ് VS/VP = NS/NP. ഇതിലെ ഓരോ അക്ഷരവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നന്നായി പഠിച്ചു വച്ചിരിക്കുക. എന്തായിരിക്കും VS? VS എന്ന് വെച്ചാൽ എന്തായിരിക്കും? S ഡിനോട്ട് ചെയ്യുന്നു സെക്കൻഡറി, V വോൾട്ടേജ്. അപ്പോൾ VS എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? സെക്കൻഡറി വോൾട്ടേജ്. അപ്പോൾ VS = സെക്കൻഡറി വോൾട്ടേജ്. അല്ലെങ്കിൽ സെക്കൻഡറി കോയിലല്ലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഒന്നുകിൽ VS = സെക്കൻഡറി വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ VS എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജ് ഓർ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ VP എന്തായിരിക്കും? P ഡിനോട്ട് ചെയ്യുന്നത് പ്രൈമറി അല്ലേ. അപ്പോൾ ഒന്നുകിൽ പ്രൈമറി വോൾട്ടേജ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ഒന്നുകിൽ പ്രൈമറി വോൾട്ടേജ് ഓർ പ്രൈമറി അല്ലേ നമ്മുടെ ഇൻപുട്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ VS = സെക്കൻഡറി വോൾട്ടേജ് ഓർ ഔട്ട്പുട്ട് വോൾട്ടേജ്. VP = പ്രൈമറി വോൾട്ടേജ് ഓർ ഇൻപുട്ട് വോൾട്ടേജ്. ഇനി NS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? NS = നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. അപ്പോൾ NS = എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. അപ്പോൾ എന്തായിരിക്കും NP? NP = എന്തായിരിക്കും? നമ്പർ ഓഫ് ടേൺസ് ഇൻ
പ്രൈമറി. അപ്പോൾ വി എസ് ഇസ് ഈക്വൽ ടു സെക്കൻഡറി വോൾട്ടേജ് ഓർ ഔട്ട്പുട്ട് വോൾട്ടേജ്, വി പി ഇസ് ഈക്വൽ ടു പ്രൈമറി വോൾട്ടേജ് ഓർ ഇൻപുട്ട് വോൾട്ടേജ്, എൻ എസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം, എൻ പി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിലെ ചുറ്റുകളുടെ എണ്ണവും അതുപോലെ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫും തമ്മിലുള്ള ഈ റിലേഷൻ നിങ്ങൾ നന്നായി പഠിച്ചു വെച്ചേക്കുക. വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇത് വെച്ചുള്ള കണക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വെച്ചുള്ള കണക്കുകൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എൻ പി ഇസ് ഈക്വൽ ടു 500 ടേൺസ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വി പി ഇസ് ഈക്വൽ ടു 10 വോൾട്ട്, എൻ എസ് ഇസ് ഈക്വൽ ടു 2500 ടേൺസ്, വി എസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേൺസും ആ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. ആദ്യം ആ റിലേഷൻ അങ്ങ് എഴുതുക. എന്താണ്? വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇനി വി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി എസ് അതുപോലെ ഇട്ടിരിക്കുക. വി എസ് ബൈ വി പി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 വോൾട്ട്. അപ്പോൾ വി എസ് ബൈ 10 ഇസ് ഈക്വൽ ടു എൻ എസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2500. 2500 ബൈ എൻ പി. എൻ പിയും തന്നിട്ടുണ്ട് 500 ടേൺസ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇക്വേഷനിൽ ഇട്ടുകൊടുത്തു. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നന്നായിട്ട് മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതാണ്ട് ഇങ്ങനെ ക്രോസ്സായി മൾട്ടിപ്ലൈ ചെയ്യുക. വി എസ് ഇൻറ്റു 500 ഇസ് ഈക്വൽ ടു ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 10 ഇൻറ്റു 2500. നമുക്ക് വി എസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി എസ് ഇസ് ഈക്വൽ ടു അവിടെ എന്ത് കിടപ്പുണ്ട്? 10 ഇൻറ്റു 2500. ഇവിടെ ഗുണിച്ചിരിക്കുന്ന 500 അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഡിവൈഡഡ് ബൈ 500. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 2 0 ക്യാൻസലായിപ്പോയി. 5 പ്രാവശ്യം. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 50 വോൾട്ട് എന്ന് കിട്ടും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ചെയ്തു പഠിക്കുക. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 240 വോൾട്ട് എ സി. ദെയർ ആർ 80 ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ ആൻഡ് 800 ടേൺസ് ഇൻ ദി പ്രൈമറി. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദി ട്രാൻസ്ഫോമർ? എന്താണ് ക്വസ്റ്റ്യൻ? 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 80 ചുറ്റുകളും പ്രൈമറിയിൽ 800 ചുറ്റുകളുമുണ്ട്. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടത എത്ര? നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോകാം. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കി ആ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതുക. ആദ്യം എന്താണ് തന്നിരിക്കുന്നത്? ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 240 വോൾട്ട് എ സി. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താണ്? വി എസ് ആണോ വി പി ആണോ? വി പി. അപ്പോൾ വി പി ഇസ് ഈക്വൽ ടു എത്രയാണ്? 240 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വി പി ഇസ് ഈക്വൽ ടു എത്രയാണ്? 240 വോൾട്ട്. ഇനി എന്താണ് തന്നിരിക്കുന്നത്? ദെയർ ആർ 80 ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം എത്രയാണ്? 80 ആണ്. അപ്പോൾ സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം എന്താണ്? എൻ എസ് ഇസ് ഈക്വൽ ടു 80 ടേൺസ് ആൻഡ് 800 ടേൺസ് ഇൻ ദി പ്രൈമറി. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം എത്രയാണ്? 800. അപ്പോൾ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം എൻ പി ഇസ് ഈക്വൽ ടു 800 ടേൺസ്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദി ട്രാൻസ്ഫോമർ? അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി എസ് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി
ആ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം എടുത്തെഴുതി. അപ്പോൾ വി പി സിക്കൽ ടു 240 വോൾട്ട്, എൻ എസ് സിക്കൽ ടു 80 ടെൻസ്, എൻ പി സിക്കൽ ടു 800 ടെൻസ്. വി എസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആ വോൾട്ടേജും നമ്പർ ഓഫ് ടെൻസ് നമ്മളുടെ റിലേഷൻ നമ്മൾ ആദ്യം എഴുതുക. എന്താണ് റിലേഷൻ? വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇനി ആ വാല്യൂ ഇട്ട് കൊടുക്കാം. വി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി എസ് ബൈ വി പിക്ക് പകരം 240. അപ്പോൾ വി എസ് ബൈ 240 ഇസ് ഈക്വൽ ടു എൻ എസിന് പകരം 80, 80 ബൈ എൻ പിക്ക് പകരം 800. ഇനി എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്ത് കിട്ടും? വി എസ് ഇൻറ്റു 800 ഇസ് ഈക്വൽ ടു 240 ഇൻറ്റു 80. ഇനി വി എസ് ഇസ് ഈക്വൽ ടു അവിടെ എന്ത് കിടപ്പുണ്ട്? 240 ഇൻറ്റു 80. ഇവിടെ ഗുണിച്ചേക്കുന്ന 800 അവിടെ ചെല്ലുമ്പോൾ ഡിവൈഡഡ് ബൈ 800. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് ചെയ്യും? ആൻസർ എത്ര കിട്ടുന്നു? 24 വോൾട്ട് എന്ന് കിട്ടുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 വോൾട്ട് എ സി സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് 8 വോൾട്ട് to an electric bulb in the circuit. The number of turns in the primary coil is 4800. Calculate the number of turns in the secondary coil. 240 വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് വോൾട്ടത നൽകുന്നു. ഇതിൻ്റെ പ്രൈമറി കോയിലിൽ 4800 ചുറ്റുകളുണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കണക്കാക്കുക. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. എന്താണ് ക്വസ്റ്റ്യൻ? എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 വോൾട്ട് എ സി. അതായത് ഈ ട്രാൻസ്ഫോമർ എത്ര വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്? 240 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വി പി ഇസ് ഈക്വൽ ടു എത്രയാണ്? 240 വോൾട്ടാണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 വോൾട്ട് എ സി സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് 8 വോൾട്ട് ടു ആൻ ഇലക്ട്രിക് ബെൽ. അപ്പോൾ 240 വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന ഈ ട്രാൻസ്ഫോമർ ആ സർക്യൂട്ടിലെ ഇലക്ട്രിക് ബെല്ലിന് എത്ര വോൾട്ടാണ് കൊടുക്കുന്നത്? 8 വോൾട്ട് കൊടുക്കുന്നു. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് വി എസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 വോൾട്ടാണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി കോയിൽ. പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ്? 4800. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിലാണ്. അപ്പോൾ എൻ എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ് റിലേഷൻ? വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക. വി എസിന് പകരം 8, 8 ബൈ വി പിക്ക് പകരം 240 ഇസ് ഈക്വൽ ടു എൻ എസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എൻ എസ് ബൈ എൻ പിക്ക് പകരം 4800. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ 240 ഇൻറ്റു എൻ എസ് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 4800. അപ്പോൾ എൻ എസ് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 4800 ഡിവൈഡഡ് ബൈ 240. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 160 ടേൺസ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ പ്രോബ്ലങ്ങളെല്ലാം നിങ്ങൾ നല്ലതുപോലെ ചെയ്തു പഠിക്കുക. ഇനി നമുക്ക് വേറൊരു ഭാഗത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് വോൾട്ടതയും അറിയാം, കറണ്ടും അറിയാം. വോൾട്ടതയും അറിയാം, കറണ്ടും അറിയാം. വോൾട്ടതയും കറണ്ടും അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് വോൾട്ടേജും കറണ്ടും അറിയാമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പവർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? പി ഈസ് ഈക്വൽ ടു വി ഐ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുപോലെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ
ഒരു ട്രാൻസ്ഫോമറിൽ മറ്റ് ഊർജ്ജ നഷ്ടങ്ങളൊന്നുമില്ലെങ്കിൽ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഇഫ് ദർ ഈസ് നോ ലോസ് ഓഫ് പവർ ഫ്രം എ ട്രാൻസ്ഫോമർ, ദ പവർ ഇൻ ദി പ്രൈമറി ആൻഡ് ഇൻ ദി സെക്കൻഡറി കോയിൽസ് വിൽ ബി ഈക്വൽ. അതായത് ഒരു ട്രാൻസ്ഫോമറിൽ മറ്റ് ഊർജ്ജ നഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് സങ്കല്പിക്കുക. എങ്കിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ പവർ ഒന്ന് കണ്ടുപിടിക്കാം. പവർ ഇൻ ദി പ്രൈമറി. പവർ ഇൻ ദി പ്രൈമറി. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ പവർ. അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ പവർ കണ്ടുപിടിക്കാൻ വോൾട്ടേജ്, എവിടത്തെ വോൾട്ടേജ് എടുക്കണം? പ്രൈമറിയിലെ വോൾട്ടേജ് എടുക്കണം. പ്രൈമറിയിലെ വോൾട്ടേജ് ഏതാണ്? വി പി ഇൻറ്റു കറണ്ടും എവിടത്തെ തന്നെ എടുക്കണം? പ്രൈമറി കോയിലിലെ കറണ്ട് എടുക്കണം. അപ്പോൾ എന്താണ് ഇക്വേഷൻ? വി പി ഇൻറ്റു ഐ പി. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പവർ ഇൻ ദി പ്രൈമറി ഇസ് ഈക്വൽ ടു വി പി ഇൻറ്റു ഐ പി. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ പവർ കാണാനുള്ള ഇക്വേഷനാണ് വി പി ഇൻറ്റു ഐ പി. അതുപോലെ പവർ ഇൻ ദി സെക്കൻഡറി. ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ പവർ കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും? സെക്കൻഡറിയിലെ വോൾട്ടേജ് ഏതാ? വി എസ് ഇൻറ്റു സെക്കൻഡറിയിലെ കറണ്ട് ഐ എസ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി എസ് ഇൻറ്റു ഐ എസ്. ഇനി ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് മറ്റ് ഊർജ്ജ നഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വലായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ എ ട്രാൻസ്ഫോമർ പവർ ഇൻ ദി പ്രൈമറി ഇസ് ഈക്വൽ ടു പവർ ഇൻ ദി സെക്കൻഡറി. അപ്പോൾ എന്താണ് ഇക്വേഷൻ? വി പി ഇൻറ്റു ഐ പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? വി എസ് ഇൻറ്റു ഐ എസ് എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനും നിങ്ങൾ നന്നായി പഠിച്ചു വച്ചിരിക്കുക. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൽ മറ്റ് എനർജി ലോസ് ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എന്തായിരിക്കും? ഈക്വലായിരിക്കും. അപ്പോൾ എന്താണ് ഇക്വേഷൻ? വി പി ഇൻറ്റു ഐ പി ഇസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ there are 5000 turns in the primary and 250 turns in the secondary. The primary voltage is 120 volt and the primary current is 0.1 ampere. Find the voltage and current in the secondary. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകളും സെക്കൻഡറിയിൽ 250 ചുറ്റുകളുമാണ് ഉള്ളത്. പ്രൈമറിയിലെ വോൾട്ടത 120 വോൾട്ടും വൈദ്യുത പ്രവാഹ തീവ്രത 0.1 ആംപിയറും ആണ്. സെക്കൻഡറിയിലെ വോൾട്ടതയും കറണ്ടും കണക്കാക്കുക. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ആ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്തെഴുതുക. ഇൻ എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ there are 5000 ടേൺസ് ഇൻ ദി പ്രൈമറി. അപ്പോൾ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം എത്രയാണ്? 5000. അപ്പോൾ നമുക്ക് എഴുതാം എൻ പി ഇസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 5000 ടേൺസ്. ഇനി എന്താണ് തന്നിരിക്കുന്നത്? ആൻഡ് 250 ടേൺസ് ഇൻ ദി സെക്കൻഡറി. അപ്പോൾ സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം എത്രയാണ്? 250 ടേൺസ് ആണ്. ഇനി എന്താണ് തന്നിരിക്കുന്നത്? ദ പ്രൈമറി വോൾട്ടേജ് ഈസ് 120 വോൾട്ട്. പ്രൈമറിയിലെ വോൾട്ടത് തന്നിട്ടുണ്ട്. വി പി ഇസ് ഈക്വൽ ടു 120 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ആൻഡ് ദി പ്രൈമറി കറണ്ട് ഈസ്, പ്രൈമറിയിലെ കറണ്ട് തന്നിട്ടുണ്ട്. എന്താണ്? ഐ പി ഇസ് ഈക്വൽ ടു എത്രയും തന്നിരിക്കുന്നു? 0.1 ആംപിയർ. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദി വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദി സെക്കൻഡറി. സെക്കൻഡറിയിലെ വോൾട്ടേജ് വി എസും കണ്ടുപിടിക്കണം. അതുപോലെ സെക്കൻഡറിയിലെ കറണ്ട് ഐ എസും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്ന ഇക്വേഷൻ ഉപയോഗിച്ച്
നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി എസ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വി എസ് ബൈ വി പി നമുക്ക് തന്നിട്ടുണ്ട് 120 ഇസ് ഈക്വൽ ടു എൻ എസ് എത്രയാണ്? 250 ഡിവൈഡഡ് ബൈ എൻ പി എത്രയാണ്? 5000. ഓക്കെ, അപ്പോൾ അടുത്ത വരി എങ്ങനെയാണ്? വി എസ് ഇൻറ്റു 5000 ഇസ് ഈക്വൽ ടു 120 ഇൻറ്റു 250. അപ്പോൾ വി എസ് ഇസ് ഈക്വൽ ടു 120 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ 5000. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടുന്നു? 6 വോൾട്ട് എന്ന് കിട്ടുന്നു. അപ്പോൾ വി എസ് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ എസ് ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത റിലേഷൻ എന്താണ്? വി പി ഇൻറ്റു ഐ പി ഇസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ്. വി പി എത്രയാണ്? വി പി 120. അപ്പോൾ 120 ഇൻറ്റു ഐ പി എത്രയാണ്? ഐ പി തന്നിട്ടുണ്ട് 0.1. അപ്പോൾ 120 ഇൻറ്റു 0.1 ഇസ് ഈക്വൽ ടു വി എസ് നമ്മളിപ്പോൾ കണ്ടെത്തി 6 ഇൻറ്റു ഐ എസ്. അപ്പോൾ ഐ എസ് ഇസ് ഈക്വൽ ടു 120 ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ 6. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ആൻസർ 2 ആംപിയർ എന്ന് കിട്ടുന്നു. പിടികിട്ടിയല്ലോ? അപ്പോൾ ഈ പ്രോബ്ലത്തിൽ വി എസ് ഇസ് ഈക്വൽ ടു 6 വോൾട്ട്, അതുപോലെ ഐ എസ് ഇസ് ഈക്വൽ ടു 2 ആംപിയർ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ നന്നായി ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിച്ചു. ട്രാൻസ്ഫോമർ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജും അതിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് തമ്മിലുള്ള റിലേഷൻസ് പഠിച്ചു. അതിനുശേഷം അത് വെച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുകയുണ്ടായി. അതിനുശേഷം വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷനിലേക്ക് നമ്മൾ എത്തുകയുണ്ടായി. അത് വെച്ചുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.